നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചതന്ത്രത്തിലെ കഥകളാണ്. രണ്ടാമത്തെ തന്ത്രമായ മിത്രഭേദം. മിത്രഭേദത്തിലെ കഥ ഒരു എലിയും ആമയും പിന്നെ ഒരു കാക്കയും, ഇവർ 3 പേരും അങ്ങനെ സുഹൃത്തുക്കളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാക്കയുടെ ഒരു വേടൻ വന്നു കാക്കയുടെ കുടുംബം നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴത്തേക്കും എവിടെ നിന്നോ വന്ന ഏതാനും ഒരു കൂട്ടം മാടപ്രാവുകൾ വന്ന് എത്തിയപ്പോൾ വേടൻ വച്ച വലയിൽ ആ പ്രാവുകളൊക്കെ കുടുങ്ങി. ഇനി എന്ത് സംഭവിക്കും, ഈ പ്രാവുകൾ എങ്ങനെ രക്ഷപ്പെടും എന്നറിയാൻ വേണ്ടി ഇങ്ങനെ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാക്ക. ആ സമയത്ത് പ്രാവുകളെല്ലാം കൂടി അങ്ങോട്ട് വലയും കൊണ്ട് പറന്നു പോയി ഒരുപാട് ദൂരെ എലിയുടെ മാളത്തിൻ്റെ മുൻപിൽ വന്നു. അപ്പോൾ ഈ മാടപ്രാവ് കലവല ശബ്ദം ഉണ്ടാക്കി, പ്രാവുകളൊക്കെ കൂടെ. ആ ശബ്ദം കേട്ട് പുറത്ത് വന്ന എലിക്ക് മനസ്സിലായി ഇവരൊക്കെ അപകടത്തിൽപ്പെട്ടേക്കാണ്, പുറകെ ഇപ്പോൾ വരും വേടൻ. അതിനു മുൻപ് ഇവരുടെ വല എലിയുടെ പല്ലിന് ഭയങ്കരമായിട്ട് മൂർച്ചയുള്ളതാണ്. ഇരുമ്പ് പോലും മാറ്റാനായിട്ട് സാധിക്കുക. അങ്ങനെ എലിയും തൻ്റെ കൂട്ടുകാരും ഒക്കെ കൂടെ വന്ന് വല പൊട്ടിച്ച് എല്ലാവരും പുറത്ത് കടന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വളരെ സന്തോഷമായി. ആ മാടപ്രാവും എലിയൊക്കെ കൂടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ എലി താമസിക്കുന്ന മാളത്തിനടുത്തുണ്ടായിരുന്ന ഈ വെള്ളത്തിലെ കാക്ക ഒരു വച്ചപ്പോൾ ഇതിൻ്റെ എന്തിനോ പറയണത് വെള്ളം വറ്റി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരിടത്തേക്ക് താമസം മാറ്റുമെന്നാണ്. അപ്പോൾ എലി പറഞ്ഞു എന്നെയും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ആമ താമസിക്കുന്ന തടാകത്തിനടുത്തേക്ക് കാക്ക എലിയെയും കൊത്തിക്കൊണ്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആമ ചോദിച്ചു എന്തിനാ ഈ സാധനത്തിനെയും കൂടെ വലിച്ചു തൂക്കി കൊണ്ടുവന്നതെന്നൊക്കെ. എന്നാലും പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഈ എലി വളരെ പരോപകാരിയാണ്. ഒരു കൂട്ടം പ്രാവുകളെയാണ് രക്ഷിച്ചത്, വല അറുത്ത് മുറിച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന ബഹുസുഖം. അങ്ങനെ ഇരിക്കെയാണ് അവിടെ ഒരു ദിവസം എള്ള് കൊടുത്ത് എള്ള് വാങ്ങാനായിട്ട് ഒരുങ്ങിയുന്ന ഒരു കഥ. അത് എന്നുവെച്ചാൽ ശാണ്ഡലി മാതാവ് പണ്ട് വൃത്തിയാക്കി എള്ള് കൊടുത്തിട്ട് വൃത്തിയാക്കാത്ത കരടുകളോട് കൂടിയ മാലിന്യത്തോടു കൂടിയ എള്ള് വാങ്ങാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിന് സാധിക്കാതെ പോയി. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അതാണ് പറയാൻ പോകുന്ന ഈ കഥ. ഒരു ദിവസം ഈ ബൃഹസ്പതിക്കാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ചൂടാകർണൻ എന്ന് പറയുന്ന ഒരു തൻ്റെ നീരസങ്ങൾ ബൃഹസ്പതിക്ക് അദ്ദേഹം ഒരിക്കൽ ഒരു ബ്രാഹ്മണ ഗ്രഹത്തിൽ ചെന്നിരുന്നു. ആ ബ്രാഹ്മണ ഗ്രഹത്തിൽ അദ്ദേഹത്തിന് സ്നാനം കഴിഞ്ഞു വന്നു. ആ സമയം ഗൃഹനാഥൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നാളെ കറുത്ത വാവാണ്, എനിക്ക് വ്രതമാണ്, വിശിഷ്ട ഭോജ്യങ്ങളൊക്കെ ഉണ്ടാക്കണം, പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു അതിനുള്ള ഒരുക്കങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്തൊരുക്കണം, ഞാൻ എന്തൊരുക്കാനായിട്ടാണ്, ഈ ഗ്രഹത്തിലൊന്നും ഒരു വക സാധനങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. ഭാര്യയുടെ വാക്ക് കേട്ടപ്പോൾ ബ്രാഹ്മണന് ദേഷ്യം വന്നു. ബ്രാഹ്മണൻ എന്ത് പറഞ്ഞു, ഇന്നത്തെ കാര്യം കഴിയട്ടെ, അന്നത്തെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ നാളത്തെ കാര്യം, നാളത്തേക്ക് വേണ്ടി അങ്ങനെ എടുത്തു വയ്ക്കുകയൊന്നും വേണ്ട, ഇന്നിപ്പോൾ ഇവിടെ ഇല്ലയെന്ന് കരുതി അത്ര ഖേദിക്കണ്ട, നാളേക്കുള്ളത് നാളെ വന്നോളും എന്നൊക്കെ പറഞ്ഞു. പണ്ട് അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ നാളത്തേക്ക് വീണ്ടും ഉള്ള സമ്പത്ത് മുഴുവൻ കരുതി വെച്ചാൽ ആപത്താണ് ഫലം എന്നുള്ളതിന് തെളിയിക്കുന്നൊരു കഥ ബ്രാഹ്മണൻ പറയുകയാണ്. പണ്ടൊരു കാട്ടാളൻ അമ്പും വില്ലുമായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ പുറപ്പെട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാനിനെയാണ് അയാൾക്ക് ഉന്നം വച്ച് ഇരയായിട്ട് പിടിക്കാനായിട്ട് തരപ്പെട്ടത്. ഇയാൾ വേഗം തന്നെ വില്ലുമായി മാനിനെ ഉന്നം വെച്ചു. ആദ്യം കിട്ടി മാനിനെ അങ്ങ് അമ്പ ചെയ്ത് കൊല്ലുകയും ചെയ്തു. മാൻ പെടഞ്ഞ് വീട് ചത്തു. അമ്പ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ മാൻ ചാവില്ലേ, അതിനെ വലിച്ചു തൂക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വേടൻ. ആ സമയത്താണ് ഒരു പന്നി നേരിട്ട് വരുന്നത്. ഉടൻ തന്നെ ഈ വേടന് തോന്നി, ഈ പന്നിയും കൂടെ കിട്ടുകയാണെങ്കിൽ തരക്കെടില്ല, നമുക്ക് അടുത്ത ദിവസത്തേക്കായില്ലേ എന്ന് കരുതി മാനിനെ അവിടെ വെച്ച് പന്നി അങ്ങോട്ട് അമ്പ ചെയ്തു. പന്നി അമ്പ ചെയ്തപ്പോൾ എന്തുണ്ടായെന്നറിയാമോ, പന്നിയുടെ മേത്ത് അമ്പ് കൊണ്ടു, വില്ല് കൊണ്ടു. വില്ല് ഇത് അമ്പ ചെയ്ത്
അവിടെ ചെന്ന് ശരീരത്തിൽ പരിക്ക് പറ്റി അമ്മ കൂടെ തറച്ച് കയറിയപ്പോൾ ഉണ്ടായ മരണപരാക്രമത്തിൽ ഈ വേടൻ്റെ നേരെ അങ്ങോട്ട് ചാടി വീണ് വേടനെ അങ്ങോട്ട് പന്നി കടിച്ച് കൂറ്റി അപ്പം തന്നെ അങ്ങോട്ട് കുത്തി കൊന്നു. അത്രയും പറഞ്ഞാൽ മതിയല്ലോ, വേടൻ ചത്തു. മാനിൻ്റെ ചത്ത മാനം ഒരിടത്ത് കിടക്കണു, മരണപരാക്രമത്തിൽപ്പെട്ട പന്നി ഒരുക്കി കിടക്കണു. വേടനെ കൊന്നട്ട പന്നി വിഷമിക്കുന്നത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ പന്നിയും ചത്തു. അപ്പം 3 ശവങ്ങളാണ് ഇപ്പം അവിടെ. വേടൻ്റെ ശവമുണ്ട്, പന്നിയുടെ ശവമുണ്ട്, മാനിൻ്റെ ശവമുണ്ട്. ആ വഴി ദംഷ്ട്രകൻ എന്ന് പറയുന്ന ഒരു കുറുക്കൻ വന്നു. കുറുക്കൻ ഈ 3 ശവങ്ങളും കണ്ടപ്പോൾ ഏതാണ്ട് സ്വർഗം കിട്ടിയ പോലെ കുറുക്കനങ്ങോട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടിയിട്ട് മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ഇന്നും മാനിറച്ചി തിന്നാം. അത് കഴിഞ്ഞാൽ അതിലും സുഖമല്ലേ, കിടക്കട്ടെ നാളെ പന്നിയിറച്ചി അത് തിന്നാം. അടുത്ത ദിവസമാണെങ്കിൽ വേടനും തിന്നല്ലേ, വേടൻ്റെ മനുഷ്യ മാംസവും തിന്നാം എന്നൊക്കെ ഇങ്ങനെ മനോസ്വപ്നം കണ്ട് മനസ്സിലിങ്ങനെ സ്വപ്നം കൂട്ടി ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞിട്ട് തിന്നാൻ തുടങ്ങാൻ വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ആവണേ ഉള്ളൂ, ഉച്ചഭക്ഷണത്തിൻ്റെ സമയം ആയിട്ടില്ല. എന്നാൽ കാലത്തെ പ്രാതലിൻ്റെ സമയമാണ് താനും. ഇപ്പോൾ വിശക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് വിശക്കുണ്ടോക്കെയുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് എന്തെങ്കിലും കഴിക്കാം, മാനിനെ ഉച്ചയ്ക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാം എന്ന് കരുതി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ വേടൻ്റെ കയ്യിൽ തോല് കൊണ്ട് ഏതെങ്കിലും മൃഗത്തിൻ്റെ തോല് വലിച്ചു കെട്ടിയിട്ടായിരിക്കുമല്ലോ ഇത് വില്ലിൻ്റെ തണ്ട്. ഞാൻ മുറിഞ്ഞതോടുകൂടി ഞാൻ തയ്യാറാക്കിയ വില്ലിൻ്റെ തണ്ട് അങ്ങോട്ട് കരണ്ട് തിന്നാം എന്ന് കരുതി. ഈ വില്ലിൻ്റെ തണ്ട് ഏതെങ്കിലും ഇവർക്ക് കരണ്ട് തിന്നാനുള്ള ഒരു ഇതാണ്. വില്ലിൻ്റെ തണ്ട് ഈ ഞാൻ അങ്ങോട്ട് കടിച്ച് മുറിച്ച് തിന്നാൻ തുടങ്ങി. ഞാൻ കരണ്ട് അതാ പൊട്ടിയ വഴിക്ക് ആഞ്ഞങ്ങോട്ട് അടിച്ചു നെഞ്ചത്തേക്ക്. അത് തറച്ചങ്ങോട്ട് കയറി. ഉടൻ തന്നെ കുറുക്കൻ എന്തുണ്ടായി, കുറുക്കൻ്റെ കഥയും കഴിഞ്ഞതോടുകൂടി തറച്ച് കയറിയില്ല അമ്പം. അതുകൊണ്ട് നാളേക്ക് കരുതി വയ്ക്കാതെ എല്ലാം നാളേക്ക് കരുതി വെച്ചേക്കാണ്. വേടൻ കരുതി വെച്ചു, വേടൻ്റെ കഥ കഴിഞ്ഞു. കുറുക്കൻ വന്ന് കുറുക്കൻ കരുതി വെച്ചു, കുറുക്കൻ്റെ കഥയും കഴിഞ്ഞു. അതുകൊണ്ട് നാളത്തേക്ക് കരുതി വയ്ക്കാതെ അന്നത്തെ കാര്യം ഭംഗിയാക്കി ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഗുണപാഠത്തോടു കൂടി കഥ അവിടെ നിർത്തുകയാണ്. എള്ളുകൂട്ടി പാകം ചെയ്യുന്ന ഭോജ്യം അത് പിതൃക്കൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എള്ളുണ്ട ശ്രാദ്ധാദി പിതൃകർമ്മം ചെയ്യുമ്പോൾ എള്ളും അല്ലെങ്കിൽ എള്ളുകൊണ്ടുള്ള പലഹാരം, എള്ളുണ്ടിയാണ് സാധാരണ ഒക്കെ പതിവുണ്ട്. അപ്പോൾ എള്ള് വൃത്തിയാക്കി ഉണക്കാനായിട്ട് അപ്പോൾ ഈ ബ്രാഹ്മണ സ്ത്രീ എന്ത് ചെയ്തു, ബ്രാഹ്മണൻ്റെ ഭാര്യ എള്ള് നല്ലോണം പാറ്റി കൊഴിച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കി വയ്ക്കാനായിട്ട് വെയിലത്തിട്ട് ഉണക്കുക, അത് ചിക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാത്തിരിക്കേ അത്യാവശ്യമായിട്ട് അവർക്ക് മനുഷ്യനല്ലേ, 1 മിനിറ്റൊക്കെ എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം അവിടെ ആലോചിക്കൊന്നുമില്ല. എള്ള് അങ്ങനെ നല്ല വെയിലുണ്ട്, വെയിലത്ത് കിടന്ന് ഉണങ്ങുകയാണേനും വൃത്തിയാക്കിയ എള്ള്. ഈ എള്ള് വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ട് വേണം നാളെ കറുത്ത വാവിന് എള്ളുകൊണ്ടുള്ള എള്ളുണ്ട ഉണ്ടാക്കാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഒന്ന് അകത്തേക്ക് പോയി. ആശ്രമത്തിൻ്റെ ബ്രാഹ്മണൻ്റെ മഠത്തിൻ്റെ അകത്തേക്ക് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ എള്ള് ഉണക്കാനായിട്ട് ഇട്ടേക്കണേ ആ പായിൽ കോഴി കയറി ഇറങ്ങി നടക്കുക. കോഴി കയറി ഇറങ്ങി കൊച്ചോ പെട്ടെന്ന് ഈ കോഴിയാട്ടം കോഴി എന്നും പറഞ്ഞ അകത്തുനിന്ന് ഈ ബ്രാഹ്മണ സ്ത്രീ പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ശബ്ദത്തിൽ കോഴി അങ്ങ് പേടിച്ചു പോയപ്പോൾ എന്തുണ്ടായി എന്ന് പറഞ്ഞു, അതാ എള്ളിൻ്റെ മുകളിൽ കൂടെ തന്നെ മലവിസർജനം നടത്തിയെങ്കിൽ കോഴി കാഷ്ടിച്ച എള്ള് ഇനി പൂജാതി കർമ്മങ്ങൾക്ക് എടുക്കാൻ കൊള്ളുമോ? തീരെ കൊള്ളില്ല. ആ എള്ള അശുദ്ധിയായി, വൃത്തികേടായി. ഉടൻ തന്നെ ഈ ബ്രാഹ്മണ ഭോജനത്തിന് ഇനി അത് കൊടുക്കാൻ പറ്റില്ല. കർത്തവായിട്ട് നാളെ വരുന്ന ബ്രാഹ്മണർക്ക് ഈ എള്ളുകൊണ്ടുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്ത് വിചാരിച്ചു, വൃത്തിയാക്കാത്ത എള്ള് വേറെ മേടിക്കാം, എന്നിട്ട് അത് വൃത്തിയാക്കി വീണ്ടും ഉണക്കാം. ഈ വൃത്തിയാക്കി അതിന് വേറെ കാശും കാര്യങ്ങളൊന്നും ചിലവാക്കണ്ട. ഈ വൃത്തിയാക്കി ഉണക്കിയെടുത്തത് ഇപ്പോൾ കോഴി അതിൽ വിസർജിച്ചു എന്നുള്ളത് ഞാൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അവ അതങ്ങോട്ട് എടുത്തു കളഞ്ഞ് ബാക്കിയുള്ള എള്ളൊക്കെ കൂടി ഒരു തുണിയിൽ അങ്ങോട്ട് കെട്ടി ഈ ബ്രാഹ്മണ സ്ത്രീ വൃത്തിയാക്കിയ എള്ള അങ്ങോട്ട് തരാം, എനിക്ക് വൃത്തിയാക്കാത്ത എള്ള് ഇങ്ങോട്ട് തരും എന്ന് പറഞ്ഞ് പലരോടും വിലപേശി അപ്പോൾ എള്ള ആരെങ്കിലും വാങ്ങും? വൃത്തിയാക്കി എള്ളു വാങ്ങാൻ ആരും തയ്യാറായില്ല. എല്ലാവർക്കും തോന്നി ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്, അല്ലാതെ കൊണ്ട് ഇങ്ങനെ വരില്ല. ഈ വൃത്തിയാക്കി എള്ളു കൊടുക്കുക, എന്നിട്ട് വൃത്തിയില്ലാത്തതും കൊണ്ട് തന്നേക്കാനും പറയുക. ആരും വാങ്ങാതെ എന്തെങ്കിലും രഹസ്യം കാണും ഇതിൽ എന്ന് കരുതി മാറി നിന്നു.
ഈ ബൃഹസ്പതിക്കും ചൂടാകർണനും ഈ ഒരു കൈ മുഴുവനുമായി പുറപ്പെട്ടു. അവർ എലി വരുന്ന വഴി ശ്രദ്ധിച്ചു. അപ്പോൾ അവർക്ക് തോന്നി എലിക്കും ഉണ്ടാവും ഇതുപോലെ എന്തെങ്കിലും ഒരു സൂത്രം. എലി ഇങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ മഠത്തിൽ താമസിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം ബ്രാഹ്മണൻ കൊടുക്കണതും കഴിച്ചങ്ങനെ ജീവിച്ചതാണ്. ഇപ്പോൾ പോയി വേറൊരു സ്ഥലത്തല്ലേ വലിയ എലി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയാലും എന്തെങ്കിലും രഹസ്യം ഉണ്ടാവുമെന്ന് കരുതി എലിയെ പിന്തുടർന്നു പോയി. അങ്ങനെ പോയി ബൃഹസ്പതിക്കും ചൂടാകർണനും കൂടി പോയിട്ട് എലിയുടെ മാളം കണ്ടെത്തിപ്പിടിച്ച് എലി അതിനകത്ത് പതുക്കനെ അതിൻ്റെ മാളം കണ്ടെത്തിപ്പിടിച്ചിട്ട് ആ മാളം ഒരു കുത്തി പൊളിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്താ, എലി അതിനകത്ത് വലിയൊരു നിധി സംഭരിച്ച് വെച്ചേക്കുക. അതാണ് ഇത്ര എനിക്കുള്ള ധൈര്യം. ബ്രാഹ്മണൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ച് വേറെ തിരിച്ചു പോകുന്നതിൻ്റെ കാര്യം. കയ്യിൽ വേറെ സാധനമുണ്ട്, നല്ല നിധിയുണ്ട്. ഉടൻ തന്നെ അവരാ നിധി അങ്ങോട്ട് കൊടുത്തു. ആര്? ബൃഹസ്പതിക്കും ചൂടാകട്ടെ. ആ നിധി എടുത്തോടു കൂടിയിട്ട് എലിക്ക് പിന്നെ പട്ടിണിയായി. തൻ്റെ ഐശ്വര്യമായിരുന്നത് ആ നിധിയാണ്. ആ നിധി പോയോടു കൂടിയിട്ട് എലിയുടെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ടു. പട്ടിണി കിടക്കേണ്ടി വന്നു. പട്ടിണി കൊടുത്ത് എല്ലും തോലും മാത്രമായി. ഒരു ദ്രവ്യവുമില്ലാത്തവനെ എലിയെ ആരും വില വയ്ക്കണില്ല. അങ്ങനെയൊക്കെ വന്നു. ദ്രവ്യമില്ലാത്തവനെ എന്നുവെച്ചാൽ സമ്പത്തില്ലാത്തവനെ ആരും വില വയ്ക്കുകയില്ല എന്നുള്ള കാര്യം എലിക്ക് മനസ്സിലായി. ആ സന്യാസിയുടെ ഗ്രഹത്തിൽ ഭിക്ഷാന്നം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് അങ്ങയെ ആശ്രയിച്ചുവെന്ന് മാത്രമുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് മനക്ലേശം ഉണ്ടാവുകയില്ല. ആ ഭിക്ഷാന്നം ഭക്ഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. എനിക്കും അതുകൊണ്ട് വൈരാഗ്യം വന്നിരിക്കുന്നു. കാരുണ്യമാണ് ഏറ്റവും വലിയ ധർമ്മം. മഹാവ്യാധി കൂടാതെ ജീവിക്കാവുന്നവനാണ് ഭാഗ്യവാൻ. ധനം കേടൊന്നുമില്ലാതെ കണ്ടിരിക്കുക. അത്യാവശ്യത്തിന് ഭക്ഷണത്തിനുള്ള വഴിയുണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിത സുഖം. എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? ആരോഗ്യമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. നല്ല ആരോഗ്യമുണ്ട്, നല്ല പണിയുണ്ട്, ഒരുവിധ കാശുമില്ല പണിക്ക്, അതും മോശം. എല്ലാം വേണം. സമ്പത്തും വേണം, തേജസ്സും വേണം, ആയുസ്സും വേണം, ഒക്കെ വേണം. അങ്ങനെ മന്ദാരം പറഞ്ഞു. മന്ദാരം എന്ന് പറയുന്നത് ആമയാണ്. ദുർജനങ്ങൾ എവിടെ പോയാലും സജ്ജനങ്ങൾ എവിടെ പോയാലും, ദുർജനങ്ങളല്ല സജ്ജനങ്ങൾ എവിടെ പോയാലും അവർക്ക് നല്ല സുഖമായിട്ട് തന്നെ താമസിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. കാരണം ആകാശഗംഗയിലാണ് അരയന്നങ്ങൾ വസിക്കുന്നത്. ആകാശത്തുള്ള പവിത്രമായൊരു പുഴയാണ്, തടാകമാണ് ആകാശഗംഗ. ആ ആകാശഗംഗയിൽ നിന്നും വന്ന അരയന്നങ്ങൾ ഇവിടെ ഭൂമിയിൽ വന്ന് താമസിക്കുന്നത് നല്ലൊരു തടാകത്തിലാണ്. അപ്പോഴെന്താ ഇവിടെ കാര്യം? ഭൂമിയിൽ താമരപ്പുകയിൽ സുഖമായി താമസിക്കുന്നു. അന്യദേശമെന്നും സ്വദേശമെന്നുമുള്ള ഭേദബുദ്ധി സജ്ജനങ്ങൾക്ക് ഉണ്ടാവില്ല. സജ്ജനങ്ങളായിട്ടുള്ളവർക്ക് അന്യദേശം എൻ്റെ ദേശം അങ്ങനെ ചിന്തയുണ്ടാവില്ല. അതുപോലെയാണ് ഇത് അന്യ ആൾക്കാരാണ്, എൻ്റെ കൂട്ടുകാരല്ല എന്നുള്ള തോന്നലുണ്ടാവില്ല. അവരുമായിട്ട് ഇടപെടുന്നവരൊക്കെ സജ്ജനങ്ങളായിരിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ സജ്ജനങ്ങൾ നമുക്ക് ഇവിടെ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഈ കാക്കയുണ്ട്, എലിയുണ്ട്, എല്ലാവർക്കും നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് താമസിക്കാം. ഇത് കേട്ട് കാക്കയ്ക്ക് വളരെ സന്തോഷമായി. തൻ്റെ ചങ്ങാതിയായ എലിയും ആമയും സുഹൃത്തുക്കളായിട്ട് ഇവിടെ ഉണ്ടല്ലോ, പരസ്പരം സഹായിച്ചും ഒരുമിച്ച് സ്നേഹിച്ചും അങ്ങ് ജീവിക്കാമെന്ന് കരുതി അവർ രണ്ടുപേരും അവിടെ അങ്ങോട്ട് താമസിച്ചു. ആ സൗഹൃദം അങ്ങ് തെളിഞ്ഞു നിന്നു. അതായത് എള്ളിനുണ്ടായിരുന്ന കുഴപ്പം എന്താണെന്ന് മനസ്സിലായി. ബ്രാഹ്മണൻ്റെ ഭിക്ഷാന്നം കഴിച്ച് അതിൽ മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ച് എലിക്ക് വന്ന അനുഭവം ഇപ്പോൾ മനസ്സിലായി. ഈ കഥകളൊക്കെ മനസ്സിലായപ്പോൾ ആമയും കാക്കയും എലിയും പിന്നീട് ഇനി നമുക്ക് പിരിയേണ്ടെന്ന് തീരുമാനിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചു. ഇതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.